Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Happy Children's Day. Happy Children. Thank you, ma'am. Happy Children's Day. Thank you, ma'am. Okay. എല്ലാവരും ഫുഡ് കഴിച്ചോ? കഴിച്ചു. ഓക്കെ. ഫർസാന കഴിച്ചിട്ടില്ല. ഫർസാന എപ്പോഴും ലേറ്റ് ആയിട്ടാണല്ലോ കഴിക്കുന്നത്. എനിക്ക് ഇത്ര നേരത്തെ ലഞ്ച് കഴിച്ച് ശീലമില്ല, അതുകൊണ്ട് ലേറ്റ് ആയിട്ടാണ് കഴിക്കാറുള്ളൂ. 2:30 കഴിക്കുമ്പോ ക്ലാസ് തുടങ്ങിയപ്പോ ഒരു 3:30 ആയത്. അതെല്ലേ? വർക്ക് ചെയ്യുന്നുണ്ടോ ഫർസാന? ഇല്ല, വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കിയോ? ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തോ? ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം ലെങ്ത് ഓഫ് സ്റ്റേ ആണ് അല്ലെ? അത് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു. അതായത് രോഗികള് അല്ലെങ്കിൽ പേഷ്യൻസ് താമസിക്കുന്നതിന്റെ അടിസ്ഥാനത്തില് ഹോസ്പിറ്റലുകളെ ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റലുകളിൽ നിന്നും ലോങ് സ്റ്റേ ഹോസ്പിറ്റലിൽ നിന്നും നമുക്ക് തരംതിരിക്കാവുന്നതാണ്. അതിനകത്ത് ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് പേഷ്യൻസ് വളരെ കുറച്ച് നാള് മാത്രമാണ് അവിടെ താമസിക്കുക. ഒന്നല്ലെങ്കിൽ 2 ദിവസം, മാക്സിമം ഒരു 20 days വരെയാണ് പേഷ്യൻസ് അവിടെ സ്റ്റേ ചെയ്യുക. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഭൂരിഭാഗം, അതായത് മെജോറിറ്റി ഹോസ്പിറ്റലുകളും ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റലുകളാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ അടുത്തത് ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ ആണ്. ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് ഇത് എന്താ പറയാ, ലോങ് ടേം ആയിട്ടാണ് അല്ലെ? ഞാൻ എക്സാമ്പിളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ? ചില സിനിമകളൊക്കെ നിങ്ങൾ തന്നെ കമന്റ് ചെയ്തായിരുന്നു ചില മൂവീസ് ഒക്കെ. അപ്പോ മെന്റൽ ഹോസ്പിറ്റല്, റിഹാബിലിറ്റേഷൻ സെന്റർ, അതുപോലെ തന്നെ ജെറിയാട്രിക്സ് കെയർ സെന്റർ, അതായത് വാർദ്ധക്യ സഹജമായിട്ട് അല്ലെങ്കിൽ വൃദ്ധരായിട്ടുള്ള ആളുകളെ നോക്കുന്ന സ്ഥലങ്ങള്, പാലിയേറ്റീവ് കെയർ യൂണിറ്റ്സ്, കിടപ്പ് രോഗികളെ നോക്കുന്ന അത്തരത്തിലുള്ള ആശുപത്രികളൊക്കെ ഒരു ലോങ് ടേം യൂസിനാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ എന്ന് പറയാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഇവര് തമ്മിൽ, അതായത് ഈ ലോങ് സ്റ്റേ ഹോസ്പിറ്റലുകളിലെ പേഷ്യൻസ് തമ്മിൽ ഒരു ഹോം ലൈക്ക് എൻവയൺമെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുക. അതായത് വീട് പോലുള്ള ഒരു അന്തരീക്ഷമാണ്. അതാണ് പറഞ്ഞു നിർത്തിയത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആളുകൾ എന്ന് പറയുന്നത് നമുക്കറിയാനായിട്ട് പറ്റും. നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് അഡ്മിറ്റ് ആയി കഴിഞ്ഞാല് നമുക്ക് തൊട്ടടുത്തുള്ള ബെഡിൽ, ഇപ്പൊ വാർഡിലൊക്കെയാണ് നമ്മൾ കിടക്കുന്നതെങ്കിൽ കൂടിയും, റൂമിലാണെങ്കിൽ അധികം കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ഉണ്ടാവില്ല. എന്നാലും നമ്മളൊരു ജനറൽ വാർഡിലൊക്കെയാണ് കിടക്കുന്നതെങ്കിൽ തൊട്ടടുത്തുള്ള ബെഡിലെ ആളുകളുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അല്ലെ? ചെയ്തിട്ടുണ്ടോ അങ്ങനെ? ചെയ്തിട്ടുണ്ട് അല്ലെ? അവരുമായിട്ട് നമ്മൾ അവരുടെ വീട് ചോദിക്കും, പേര് ചോദിക്കും, എന്താ ചെയ്യുന്നത് ചോദിക്കും, എന്താണ് അസുഖം എന്ന് ചോദിക്കും. പിന്നെ നമ്മൾക്കറിയാവുന്ന, അതായത് നമ്മളുടെ ചില കാര്യങ്ങൾ കൂടി അവരോട് ഷെയർ ചെയ്യും. ഓക്കെ, അപ്പൊ അത്തരത്തിലാണ് എന്ത് ചെയ്യുന്നത്. പക്ഷെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ആ ഒരു ഹോസ്പിറ്റലിൽ എപ്പോഴാണ് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നത് അതുവരെ ഉണ്ടാവുകയുള്ളൂ ആ ഒരു കമ്മ്യൂണിക്കേഷൻ. ആണോ? ശരിയാണോ ഞാൻ പറഞ്ഞത്? അത് കഴിഞ്ഞ പിന്നെ നമ്മൾ അവരെ വിളിക്കാറുണ്ടോ? ചിലവര് മൊബൈൽ നമ്പറൊക്കെ വാങ്ങി വിളിക്കാറുണ്ട്. മറ്റു ചിലരാണെങ്കിൽ ആശുപത്രിയിൽ കണ്ടു പരിചയപ്പെട്ടു, അതോടെ തീർന്നു അല്ലെ? അപ്പോ ഇത്തരത്തിലുള്ള ഹോസ്പിറ്റലാണ് ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ളത്. പിന്നെ ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ
ഭയങ്കരമായിട്ടുള്ള ഒരു അടുപ്പം ഇവിടെ ഉണ്ടാവും. ആളുകൾ തമ്മിൽ നല്ല രീതിയിലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകും. ഫാമിലി മെമ്പേഴ്സിനെ പോലെ തന്നെ ഫീൽ ചെയ്യും. അതാണ് ലോങ് സ്റ്റേ ഹോസ്പിറ്റലിന്റെ പ്രത്യേകത. ഒരാളെ ഡീപ്പില് മനസ്സിലാക്കാനായിട്ട്, വളരെ ഡെപ്തില് ഒരാളെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിന്റെ ക്യാരക്ടർ എന്താണ്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ നമുക്ക് ഡെപ്തില് മനസ്സിലാക്കാനായിട്ട് ലോങ് സ്റ്റേ ഹോസ്പിറ്റലിൽ സഹായിക്കും. അവിടെ താമസിക്കുന്ന രോഗികൾക്കിടയിൽ ഇപ്പോ എന്താ പറയാ, പല തരത്തിലുള്ള നിങ്ങൾ കുറെ അധികം മൂവീസും കാര്യങ്ങളൊക്കെ അതിലൂടെ എക്സാമ്പിൾ ആയിട്ടുണ്ട്. റീഹാബിലിറ്റേഷൻ സെന്റർ, നമ്മുടെ പാവാട എന്ന് പറയുന്ന ഒരു മൂവി ഉണ്ട്, കണ്ടിട്ടുണ്ടോ നിങ്ങൾ? പൃഥ്വിരാജിന്റെ. അതിനകത്തൊരു റീഹാബിലിറ്റേഷൻ സെന്റർ കാണിക്കുന്നുണ്ട് അല്ലെ? അപ്പോ അത്തരത്തിൽ, അതായത് ഭയങ്കരമായിട്ടുള്ള അടുപ്പവും കാര്യങ്ങളൊക്കെ അവിടെ ക്രിയേറ്റ് ചെയ്യാറുണ്ട് അല്ലെ? അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഹോം ലൈക്ക് എൻവയൺമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിനി അതിന് താഴെ കുറച്ച് അബ്രീവിയേഷൻസ് കൊടുത്തിട്ടുണ്ട്, കാണുന്നുണ്ടോ നിങ്ങള്? നമുക്ക് നോക്കാം. ഫസ്റ്റ് വേർഡ് വരുന്നത്, അതായത് PHC ആണ്. PHCയുടെ എക്സ്പാൻഡഡ് ഫോം ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പ്രൈമറി ഹെൽത്ത് സെന്റർ എന്നാണ് കേട്ടോ. പ്രൈമറി ഹെൽത്ത് കെയർ സെന്റർ കേട്ടോ. PHC എന്ന് പറയുന്നത് പ്രൈമറി ഹെൽത്ത് കെയർ സെന്റർ ആണ്. ദെൻ FHC എന്ന് പറയുന്നത് ഫാമിലി ഹെൽത്ത് സെന്റർ ആണ്. FHC ഫാമിലി ഹെൽത്ത് സെന്റർ. ദെൻ CPHC എന്ന് പറയുന്നത് കോംപ്രഹെൻസീവ് പ്രൈമറി ഹെൽത്ത് കെയർ ആണ്. ഓക്കെ, ജസ്റ്റ് അത് നിങ്ങൾ വായിച്ചു മാത്രം പോയാൽ മതി കേട്ടോ. അതിന്റെ എക്സാമിന് ചോദിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ എക്സ്പാൻഡഡ് ഫോം ആയിരിക്കും ചോദിക്കുക. വേറെ അധികം ഡീറ്റെയിലോട്ടൊന്നും നമ്മൾ പോവേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ CPHC എന്ന് പറയുന്നത് കോംപ്രഹെൻസീവ് പ്രൈമറി ഹെൽത്ത് കെയർ. ദെൻ SW, ഇവിടെ ഒന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. എന്തെങ്കിലും മിസ്റ്റേക്ക് പോലെ തോന്നുന്നുണ്ടോ അവിടെ? എന്താ മിസ്റ്റേക്ക്? W അല്ലേ? W ആണോ? W ഒരുമിച്ചുണ്ടോ? D ആണ് അല്ലെ? SWAAD ആണ് വരേണ്ടത്, ജെക്ക് പകരം അല്ലെ? D ആണ് ഡിസീസസ്. അപ്പൊ SWAAD, സ്റ്റെപ്പ് വൈസ് അപ്രോച്ച് ടു എയർവേ ഡിസീസസ്. The next one COPD ആണ്, chronic obstructive pulmonary disease. ടെസ്റ്റില് D ആണ് അല്ലെ? ഓക്കെ, chronic obstructive pulmonary disease. Then ആശ. ആശ നമുക്കറിയാവുന്ന ഒരു വ്യക്തിയാണ് അല്ലെ? ആശ ആരാണ്? ആശ വരാറുണ്ടോ വീട്ടില്? ആശാ വർക്കർ അല്ലെ? അവരുടെ ഫുൾ ഫോം വരുന്നത് അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് ആണ്. ആരാണ്? ആശ. ഓക്കെ ഓക്കെ, അമ്മ ആശാ വർക്കർ ആണ്. ഓക്കെ ഓക്കെ. അപ്പൊ ആശ എന്ന് പറയുന്നത് അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് ആണ് കേട്ടോ. ദെൻ AWW എന്താണ്? നമുക്ക് വളരെ പരിചയമുള്ള ഒരു ആളാണ് അല്ലെ? AWW എന്ന് പറയുന്നത് അംഗൻവാടി വർക്കറാണ്. ഓക്കെ, അംഗൻവാടി വർക്കറിനെയാണ് AWW എന്ന് പറയുന്നത്. ദെൻ അടുത്തത് WHSNC, വാർഡ് ഹെൽത്ത് സാനിറ്റേഷൻ ആൻഡ് ന്യൂട്രീഷൻ കമ്മിറ്റി. പഞ്ചായത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്മിറ്റിയാണിത്, വാർഡ് ഹെൽത്ത് സാനിറ്റേഷൻ ആൻഡ് ന്യൂട്രീഷൻ കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? ഓക്കെ, അപ്പോ ഈ ചാപ്റ്റർ പക്ക ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. യാതൊരുവിധ സംശയങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് മൂവ് ചെയ്യാം.
ദെൻ അടുത്തത് ഞാൻ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ചാപ്റ്റർ 6 ആണ്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. കാണുന്നുണ്ടോ എല്ലാവരും? ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കിട്ടി തുടങ്ങിയായിരുന്നോ നിങ്ങക്ക്? കിട്ടി? ചിലവർക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആ ഫസ്റ്റ് പേജ് ഒന്ന് നിങ്ങൾ റീഡ് ചെയ്യുക. ആദ്യം നന്നായിട്ടൊന്ന് റീഡ് ചെയ്യാം. റീഡ് ചെയ്തതിന് ശേഷം തമ്പ് ചെയ്യാം. വരൂ കേട്ടോ, ഷാനി ഫിറോസ് വരും. എഴുതി ഒന്നും എടുക്കണ്ട ഹരിത, എന്തിനാ എഴുതി എടുക്കുന്നേ? ടെക്സ്റ്റ് വരുമ്പോൾ അത് നോക്കിയാൽ മതി. ഞാൻ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തെടുത്താൽ മതി. കംപ്ലീറ്റ് എഴുതാനിരുന്നാൽ അതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ, കേൾക്കാൻ സമയം ഉണ്ടാവില്ല. ഓക്കെ, കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്താണ്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് കേട്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. എന്താണ് ഇവിടെ നടക്കുന്നത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില്? സ്റ്റേ ചെയ്യാതെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കാം. അഡ്മിറ്റ് ആവത്തില്ല. ഓക്കെ, കൺസൾട്ട്. ഓക്കെ, കൺസൾട്ടേഷൻ അല്ലേ? ഓക്കെ, അപ്പോ ഇൻട്രൊഡക്ഷൻ നമുക്കൊന്ന് നോക്കാം. OPD means outpatient department, where patients come to the hospital to consult their health issues with the doctors to start the treatment. OPD services are medical care provided on an outpatient basis that includes diagnosis, observation, consultation, treatment, intervention and rehabilitation services. OPD എന്ന് പറയുന്നത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നാണ്. അതൊക്കെ എക്സാമിന് ചോദിക്കും കേട്ടോ. വാട്ട് ഇസ് ദ ഫുൾ ഫോം ഓഫ് OPD? OPD എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നാണ് മീനിങ് വരുന്നത്. ഇവിടെ പേഷ്യൻസ് വരുന്നു. ഇവിടെ പറയുന്നുണ്ട് വേർ പേഷ്യൻസ് കം ടു ദ ഹോസ്പിറ്റൽ ടു കൺസൾട്ട് ദെയർ ഹെൽത്ത് ഇഷ്യൂസ് വിത്ത് ദ ഡോക്ടേഴ്സ് ടു സ്റ്റാർട്ട് ദ ട്രീറ്റ്മെന്റ്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ പേഷ്യന്റ് വരികയും ഹോസ്പിറ്റലിലെ ഔട്ട് പേഷ്യന്റ് വിഭാഗത്തിലാണ് പേഷ്യന്റ് വരുന്നതും അവിടെ വെച്ച് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും രോഗികളുടെ ഹെൽത്ത് ഇഷ്യൂസ് ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഈ പ്രോസസ്സ് നടക്കുന്നത് എവിടെ വെച്ചിട്ടാ? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പേഷ്യൻസ് ഹോസ്പിറ്റലിലേക്ക് വരുന്നു, അതിനുശേഷം ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നു, ഡോക്ടറുമായിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു, then ഡോക്ടർ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇത്തരം ഒരു പ്രൊസീജിയേഴ്സ് നടക്കുന്ന സ്ഥലമാണെന്ത്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. Then next one, OPD services are medical care provided on an outpatient basis that includes diagnosis, observation, consultation, treatment, intervention and the rehabilitation services. OPD സർവീസസ് എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ കെയർ ആണ്, മെഡിക്കൽ സേവനമാണ്. അത് കൊടുക്കുന്നത് ഔട്ട് പേഷ്യന്റ് ബേസിസിലാണ്. അതായത് ഒരു സെക്കൻഡ് കേട്ടോ. ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത് അതായത്
പുറത്തു നിന്ന് വരുന്ന രോഗികളെയാണ് ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. ഈ ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്ന ആളുകള് എന്തെങ്കിലും അസുഖം മൂലം ഹോസ്പിറ്റലിൽ വരുന്നു, ഡോക്ടറെ കാണുന്നു, മരുന്ന് വാങ്ങുന്നു, തിരിച്ചു പോകുന്നു. ഇവരെയാണ് നമുക്ക് ഔട്ട് പേഷ്യന്റ് എന്ന് വിളിക്കാനായിട്ട് സാധിക്കുക. മറിച്ച് അവിടെ അവരെന്ത് ചെയ്യുന്നില്ല, സ്റ്റേ ചെയ്യുന്നില്ല. സ്റ്റേ ചെയ്യുവാണെങ്കിൽ അവരെ എന്താ വിളിക്കുക? ഇൻപേഷ്യന്റ് എന്നാണ് വിളിക്കുക. കേട്ടോ? രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു അസുഖമായിട്ട് വരികയും ഡോക്ടറെ കാണുകയും മരുന്ന് വാങ്ങിക്കുകയും തിരിച്ചു പോവുകയും ചെയ്യുന്നതാണ്. എന്നാൽ ഇൻപേഷ്യന്റ് എന്ന് പറയുന്നത് ഡോക്ടറെ കാണുന്നു, അതുപോലെ ഡോക്ടറുമായിട്ട് ഹെൽത്ത് ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യുന്നു, ദെൻ അവിടെ അഡ്മിറ്റ് ആകുന്നു. ഇതാണ് എന്ത്? ഇൻപേഷ്യന്റ്. ഓക്കെ. അപ്പൊ ഔട്ട് പേഷ്യന്റ് ബേസിസിലാണ്, അതായത് പുറത്തുനിന്നുള്ള രോഗികള് തിരിച്ചു പോകുന്ന, അതായത് അവിടെ സ്റ്റേ ചെയ്യാതെ തിരിച്ചു പോകുന്ന രോഗികൾക്കാണ് എന്ത് കൊടുക്കുന്നേ? ഔട്ട് പേഷ്യന്റ് സർവീസ് കൊടുക്കുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഓക്കെയാണ്. ഓക്കെ. അപ്പൊ എന്തൊക്കെയാണ് ഔട്ട് പേഷ്യന്റ് ബേസിസിൽ കൊടുക്കുന്ന സേവനങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ. അതിനകത്ത് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഡയഗ്നോസിസ്. ഓക്കെ. ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗനിർണയമാണ്. ഓക്കെ. ഔട്ട് പേഷ്യന്റ് ബേസിസിൽ കൊടുക്കുന്ന ഒരു മെഡിക്കൽ കെയർ ആണെന്ത്? ഡയഗ്നോസിസ് അഥവാ രോഗനിർണയം എന്ന് പറയുന്നത്. താഴെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. രണ്ടാമത്തതാണ് ഒബ്സർവേഷൻ. ഒബ്സർവേഷൻ എന്ന് പറയുന്നത് നിരീക്ഷണമാണ്. അതായത് ഒരു രോഗി വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ സൂക്ഷ്മമായിട്ട് ഒബ്സർവ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ ഒബ്സർവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തത് കൺസൾട്ടേഷൻ ആണ്, അതായത് ഡോക്ടറുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച. ട്രീറ്റ്മെന്റ്, ചികിത്സ. ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് ഇടപെടലാണ്. ഇടപെടലിനാണ് മലയാളം മീനിങ് വരുന്നത്. റിഹാബിലിറ്റേഷൻ സർവീസസ്. റിഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? പുനരധിവാസം. ഓക്കെ. അപ്പൊ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് രോഗനിർണയം, ഒബ്സർവേഷൻ മീൻസ് നിരീക്ഷണം, കൺസൾട്ടേഷൻ എന്ന് പറയുന്നത് ഡോക്ടറുമായിട്ടുള്ള കൂടിക്കാഴ്ച, ട്രീറ്റ്മെന്റ് ചികിത്സ, ഇന്റർവെൻഷൻ ഇടപെടൽ, റിഹാബിലിറ്റേഷൻ പുനരധിവാസം. ഓക്കെ. അപ്പൊ ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാം. OPD എന്ന് പറയുന്നത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇവിടെ പേഷ്യൻസ് വരികയും അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യുകയും പിന്നീട് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. OPD സർവീസസ് കൊടുക്കുന്നത് ഹോസ്പിറ്റലിനകത്തേക്ക് വരികയും പിന്നീട് തിരിച്ചു പോവുകയും ചെയ്യുന്ന രോഗികൾക്ക് മാത്രമാണ്. അതുപോലെ തന്നെ ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറയുന്നത് അതിൽ രോഗനിർണയം വരാം, ഒബ്സർവേഷൻ വരാം, കൺസൾട്ടേഷൻ വരാം, ട്രീറ്റ്മെന്റ് വരാം, ഇന്റർവെൻഷൻ വരാം, റിഹാബിലിറ്റേഷൻ സർവീസസ് വരാം. ഓക്കെ അല്ലേ? അടുത്തത് പറയാനായിട്ട് പോവാണ് കേട്ടോ. ഓക്കെ. നമ്മൾ പറഞ്ഞു ഇതിന്റെയൊക്കെ എക്സ്പ്ലനേഷൻ താഴെ കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യത്തേതെന്ന് പറഞ്ഞാല് ഡയഗ്നോസിസ് ആണ്. ഡയഗ്നോസിസ് എന്താണ്? രോഗനിർണയമാണ് അല്ലെ? അപ്പൊ നമുക്കൊന്ന് വായിക്കാം. The identification of the nature of an illness or other problem by examination of symptoms. അതായത് സിംറ്റംസ് വെച്ചുകൊണ്ട്, അതായത് ലക്ഷണങ്ങൾ വെച്ചുകൊണ്ട് ഒരു രോഗിയുടെ രോഗത്തെ തിരിച്ചറിയുകയും അതുപോലെ തന്നെ ഐഡന്റിഫൈ ചെയ്യുകയും, അതായത് തിരിച്ചറിയുക മീൻസ് ഐഡന്റിഫൈ ചെയ്യുക തന്നെയാണ്. അതായത് രോഗി വരുമ്പോൾ അവരുടെ ലക്ഷണങ്ങൾ വെച്ചിട്ട്, അവരുടെ സിംറ്റംസ് വെച്ചിട്ട് രോഗികളുടെ രോഗത്തെ തിരിച്ചറിയുക, അതിനു വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ, അതായത് പരിശോധനകളും മറ്റും നടത്തുന്നതിനെയാണ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. ഓക്കെ. നമുക്കറിയാം, നമ്മൾ എന്തെങ്കിലും അസുഖമായിട്ട് ഇപ്പൊ പനിയായിട്ട് ചെന്നെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഡോക്ടറോട് പറയും എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് ഭയങ്കര കാലുവേദനയാണ്, തലവേദനയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട്. ഛർദി ഉണ്ട് അല്ലെ, എപ്പോഴും ക്ഷീണമാണ്. ഇതൊക്കെ എന്താണ്? സിംറ്റംസിൽ വരുന്നതാണ്. അപ്പൊ ഈ സിംറ്റംസ് പറയുമ്പോഴാണ് എന്ത് ചെയ്യുക? ഡോക്ടർ അതിനനുസരിച്ചിട്ട് മരുന്നുകൾ എഴുതുക അല്ലെ? സിംറ്റംസ് വെച്ചിട്ടല്ലേ ഒരു മരുന്ന് എഴുതുന്നേ? ആണോ? സിംറ്റംസ് വെച്ചിട്ടാണോ? അതെ.
ആദ്യം അവർ മരുന്ന് എഴുതും അല്ലെ. എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണെങ്കിലാണ് എന്ത് ചെയ്യുന്നത്, ടെസ്റ്റുകൾക്ക് എഴുതുന്നത് അല്ലെ. ഓക്കെ, രണ്ടാമത്തെ ഒരു പ്രൊസീജിയർ ആണ് ടെസ്റ്റുകൾക്ക് എഴുതുക എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം അവരൊന്ന് നോക്കും, നമ്മൾ പറയുന്ന സിംറ്റംസ് വെച്ചിട്ട് അവരതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മെഡിസിൻസ് ആണ് എന്ത് ചെയ്യുക, നമുക്ക് എഴുതി തരിക. അപ്പോ നമ്മൾ ആ മരുന്ന് കഴിക്കുമ്പോൾ നമ്മുടെ അസുഖം മാറും. ഇനി അഥവാ മാറിയില്ലെങ്കിൽ പിന്നീട് എന്ത് ചെയ്യും, പല പല ടെസ്റ്റുകൾ നടത്തും. അപ്പൊ ബ്ലഡ് ടെസ്റ്റ് ആവാം, യൂറിൻ ടെസ്റ്റ് ആകാം, അതുപോലെ തന്നെ എന്താ പറയാ അൾട്രാസൗണ്ട് സ്കാൻ ആവാം, അല്ലെങ്കിൽ എക്സ്റേ ആകാം. ഇത്തരത്തിലുള്ള പല ടെസ്റ്റുകളിലൂടെയും നമ്മുടെ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കുന്നു. ദാറ്റ് ഈസ് ഡയഗ്നോസിസ്. ഓക്കെ, അപ്പൊ ആദ്യം സിംറ്റംസ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ഡോക്ടർ അത് തിരിച്ചറിയുന്നു, അതുപോലെ തന്നെ മരുന്ന് കൊടുക്കുന്നു. ഇനി അതിനുശേഷവും അത് കുറഞ്ഞില്ലെങ്കിലാണ് എന്ത് ചെയ്യുന്നത്, ടെസ്റ്റുകൾ നടത്തുന്നത്. ഇനി ചില കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ആണെങ്കിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ ഓർത്തോപീഡിക്സ്, നമ്മുടെ എല്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും നമ്മൾ എവിടെയെങ്കിലും സ്ലിപ്പായിട്ട് വീണു, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് വേദന, ഇങ്ങനെയൊക്കെ നമ്മൾ ചെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഡോക്ടർക്ക് അത് കറക്റ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പൊ എന്ത് ചെയ്യും ഇവര്, ഉറപ്പായിട്ടും എക്സ്റേ എടുക്കാനായിട്ട് പറയില്ലേ. ഭൂരിഭാഗം ഓർത്തോ ഡോക്ടർമാരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. കാരണം അവർക്ക് അറിയില്ല, നമുക്ക് പുറമേ നോക്കിയാല് എന്താണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല. അത് ബേസിക് ആയിട്ട് അതിന്റെ ഉള്ളിലുള്ള കാര്യം എന്താണെന്ന് അറിയണം. സോ അവര് എക്സ്റേ എടുക്കാനായിട്ട് പറയും. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാല് പ്രോപ്പർ ആയിട്ട് ടെസ്റ്റുകളിലൂടെ മാത്രമാണ് നമുക്ക് ചില അസുഖങ്ങളെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഡയഗ്നോസിസ് ഒക്കെ ആണോ? നെക്സ്റ്റ് വൺ ഒബ്സർവേഷൻ ആണ്. ഒബ്സർവേഷൻ എന്ന് പറയുന്നത് നിരീക്ഷണമാണ് കേട്ടോ. ദ ആക്ഷൻ ഓഫ് ക്ലോസ്ലി മോണിറ്ററിങ് സംവൺ, അതായത് രോഗി വന്നു കഴിഞ്ഞാല് അദ്ദേഹത്തെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നു. അതായത് എല്ലാ കാര്യങ്ങളും, രോഗിയുടെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നു, ഓരോരോ കാര്യങ്ങള് എന്താ പറയാ ചോദിച്ചറിയുന്നു, അതുപോലെ തന്നെ BP ചെക്ക് ചെയ്യുന്നു, അതുപോലെ തന്നെ എന്താ പറയാ ഷുഗർ ലെവൽ ചിലപ്പോൾ നോക്കാം, ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ പിന്നെ വെയിറ്റ് നോക്കുന്നു. അപ്പോ അത്തരത്തിൽ അതായത് ഒരു രോഗി, അതായത് എന്തെങ്കിലും ഒരു രോഗവുമായിട്ട് വരുന്ന ഒരു പേഷ്യന്റിനെ സൂക്ഷ്മമായിട്ട് ഒബ്സർവ് ചെയ്യുന്നതിനെയാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തത് നമുക്ക് നോക്കാം, കൺസൾട്ടേഷൻ ആണ് കേട്ടോ. A meeting with an expert medical officer in order to seek advice. Consultation എന്ന് പറയുന്നത് എന്താണ്, ഒരു എക്സ്പേർട്ടുമായിട്ട് എന്ത് ചെയ്യുന്നു, മീറ്റ് ചെയ്യുന്നു അല്ലെ. അതായത് നമ്മുടെ അസുഖം എന്താണ്, അതിൽ വിദഗ്ധനുമായി, അതായത് നമ്മുടെ ഏത് ബോഡി പാർട്ടിനാണ് നമുക്ക് അസുഖമുള്ളത് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഡോക്ടറെ നമ്മൾ കാണുന്നു. അദ്ദേഹത്തോട് നമ്മുടെ രോഗവിവരങ്ങൾ പറയുന്നു, അദ്ദേഹം എന്ത് ചെയ്യുന്നു, അഡ്വൈസ് തരുന്നു. ഓക്കെ, അതായത് ചില കാര്യങ്ങൾ ഓറലി ആകാം, ചില കാര്യങ്ങൾ വെർബലി ആകാം. ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അദ്ദേഹം നമ്മളോട് പറയുവാണ് ചെയ്യുന്നത്. ചിലപ്പോൾ എഴുതി തരുമെന്ന് നമ്മൾ കരുതരുത്. ഇനി മരുന്നുകളൊക്കെയാണ് പ്രിസ്ക്രിപ്ഷൻ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യുന്നത്, ഡോക്ടർ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഒരു ഡോക്ടറുമായിട്ട് അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ടുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ് ഇവിടെ നടത്തുന്നത്. അപ്പൊ ഡയഗ്നോസിസ് ക്ലിയർ ആയി, ഒബ്സർവേഷൻ ഓക്കെയാണ്, കൺസൾട്ടേഷൻ ഓക്കെയാണ്. നെക്സ്റ്റ് വൺ ട്രീറ്റ്മെന്റ് ആണ്. ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ചികിത്സയാണ് കേട്ടോ, ചികിത്സ. ദ മെഡിക്കൽ കെയർ ഗിവൺ ടു എ പേഷ്യന്റ് ഫോർ ആൻ ഇൽനെസ് ഓർ ഇഞ്ചുറി, അതായത് രോഗി അല്ലെങ്കിൽ പേഷ്യന്റ് ഏത് രോഗവുമായിട്ടാണോ വന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെഡിക്കൽ കെയർ പേഷ്യന്റിന് കൊടുക്കുന്നു. ഓക്കെ, ചിലപ്പോൾ ഏതെങ്കിലും ഒരു രോഗം ബാധിച്ചിട്ടായിരിക്കാം ആര് വരുന്നത്, പേഷ്യന്റ് വരുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും പരിക്കുകൾ, ഇഞ്ചുറിയുമായിട്ടായിരിക്കാം ആര് വരുന്നത്, പേഷ്യന്റ് വരുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചികിത്സകളാണ് കൊടുക്കുന്നത് അല്ലെ. ഇപ്പൊ പനിയായിട്ട് വരുന്ന ഒരു പേഷ്യന്റ്, പനിയും ഛർദിയുമായിട്ട് വരുന്ന ഒരു പേഷ്യന്റിന്
ഉടനെ തന്നെ ഡ്രിപ്പ് ഇടും, അതുപോലെ തന്നെ ഉടനെ തന്നെ ORS കൊടുക്കും, അല്ലെ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, പ്രൊവൈഡ് ചെയ്യാറുണ്ട്. കാരണം അവിടെ ഡീഹൈഡ്രേഷൻ നടക്കുവാണ്, അല്ലെ? അതുപോലെ തന്നെ ഇപ്പോ പെട്ടെന്നൊരു ആക്സിഡന്റുമായിട്ട് അല്ലെങ്കിൽ ചെറിയൊരു ആക്സിഡന്റുമായിട്ട് വരുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ, ഒരു ഇഞ്ചുറിയുമായിട്ട് വരുന്ന പേഷ്യന്റ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാറുണ്ട്, അദ്ദേഹത്തിന്റെ മുറിവുകൾ, അതായത് പെട്ടെന്ന് തന്നെ അത് ബാൻഡേജ് ചെയ്യാനും അതുപോലെ ബ്ലഡ് റിമൂവ് ചെയ്യാനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്, അല്ലെ? അപ്പൊ എന്താണോ നമ്മുടെ അസുഖം അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഇഞ്ചുറി, അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റുകളാണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമുക്ക് ലഭിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ ഇന്റർവെൻഷൻ ആണ്. ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് ഇടപെടൽ എന്നാണ് കേട്ടോ. ആക്ഷൻ ടേക്കൺ ടു ഇംപ്രൂവ് എ മെഡിക്കൽ ഡിസോർഡർ. ഒരു മെഡിക്കൽ ഡിസോർഡറിനെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. അതായത് എന്തെങ്കിലും ഒരു അസുഖവുമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഞ്ചുറിയോ ആയിട്ടോ വരുന്ന പേഷ്യൻസിനെ എത്രയും പെട്ടെന്ന് അവരെ പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കുക, അതായത് ഇടപെടുക. അതായത് ഇപ്പൊ ഒരു പേഷ്യന്റിനെ, ഫോർ എക്സാമ്പിൾ ഒരു പേഷ്യന്റിനെ അപകടം പറ്റി കൊണ്ടുവന്നു എന്ന് വിചാരിക്കാം. അപ്പൊ അവിടെയുള്ളത് ഡ്യൂട്ടി ഡോക്ടർ മാത്രമാണ്. അപ്പൊ ഡ്യൂട്ടി ഡോക്ടർക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം അവരവിടെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ആക്സിഡന്റുമായിട്ട് വന്നൊരു പേഷ്യന്റിന്റെ ചിലപ്പോൾ കാല് എല്ലിന് എന്തെങ്കിലും പൊട്ടൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ആരെ വിളിക്കേണ്ടതുണ്ട്? ഡ്യൂട്ടി ഡോക്ടർക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കുമോ? ആരെ വിളിക്കണം? ആരെ കോണ്ടാക്ട് ചെയ്യണം? ഓർത്തോപീഡിക് സർജനെയോ അല്ലെങ്കിൽ ഓർത്തോപീഡിക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡോക്ടറെ എന്ത് ചെയ്തിരിക്കണം? കോണ്ടാക്ട് ചെയ്തിരിക്കണം. എന്നിട്ട് അദ്ദേഹത്തെ അവിടെ വരുത്തണം, അല്ലെ? അപ്പൊ ഇതെന്താണ്? ഇന്റർവെൻഷൻ ആണ്. അതായത് ഒരു രോഗിയുടെ രോഗാവസ്ഥ എന്താ പറയാ നല്ല രീതിയിലാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മോശം അവസ്ഥ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഉടൻ തന്നെ ഇന്റർവെൻഷൻ നടത്തുക എന്നുള്ളതാണ്. ഓക്കെ, ഒരു മെഡിക്കൽ ഡിസോർഡറിനെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉടനടി ലഭ്യമാക്കുക എന്നുള്ളത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടിയാണ്. ലാസ്റ്റ് വൺ റിഹാബിലിറ്റേഷൻ ആണ്. റിഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ആക്ഷൻ ഓഫ് റീസ്റ്റോറിംഗ് someone to health or normal life through training and therapy after illness. അതായത് റിഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് പുനരധിവാസമാണ്. പുനരധിവാസം അതായത് ഒരു പേഷ്യന്റ്, ആ പേഷ്യന്റിനെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് പല പല ട്രെയിനിങ്ങുകളിലൂടെയും അതുപോലെ തന്നെ തെറാപ്പിയിലൂടെയും അദ്ദേഹത്തെ മെച്ചപ്പെടുത്തി കൊണ്ടുവരിക എന്നുള്ളതാണ് റിഹാബിലിറ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു ആക്സിഡന്റ് പറ്റി ഒരാളെ കൊണ്ടുവന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെ കൊണ്ടുവരുമ്പോൾ ചെറിയ മൈനർ ആക്സിഡന്റ് ആണെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ചികിത്സകളും മറ്റുമൊക്കെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ലഭ്യമാകും. ഇനി അതിനുശേഷം അദ്ദേഹത്തിനോട് ചിലപ്പോൾ പറയാം, നിങ്ങൾ പ്രോപ്പറായിട്ട് ഇവിടെ ഫിസിയോതെറാപ്പിക്ക് വരണം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കൗൺസിലിംഗ് പ്രോഗ്രാം ഉണ്ട് അതിന് വരണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കൗൺസിലിംഗ് പ്രോഗ്രാമുകളായാലും ഫിസിയോതെറാപ്പി ആയാലും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാ? അതായത് ആ രോഗിയെ പഴയ അവസ്ഥയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, ഒരു രോഗം വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ഇഞ്ചുറി ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ശരീരം മാത്രമല്ല വീക്കാവുന്നത്, അല്ലെ? നമ്മൾ മെന്റലി വീക്കാവും. ശരിയാണോ പറയുന്നേ? മെന്റലി വീക്കാവില്ലേ? നമ്മുടെ ബോഡി പാർട്സ് മാത്രമാണോ വീക്കാവുന്നേ? ഒരിക്കലും അല്ല. നമ്മൾക്ക് മെന്റലി നമ്മൾ വീക്കാവും. നമ്മൾക്ക് എന്തെങ്കിലും നമ്മൾക്ക് സംഭവിക്കോ അല്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകുമോ അങ്ങനെയുള്ള തോന്നലുകളും കാര്യങ്ങളൊക്കെ നമുക്ക് വരാം. അപ്പൊ അങ്ങനെയുള്ള എന്താ പറയാ മാനസികമായിട്ടുള്ള ഭയങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഫിസിക്കൽ, അതായത് നമ്മൾക്കിപ്പോ ഒരു ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഭയങ്കര പെയിൻഫുൾ ആയിരിക്കുള്ളൂ. അപ്പോ പെയിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ തെറാപ്പികൾ നമ്മൾ സ്വീകരിച്ചേക്കാം, കൗൺസിലിംഗ് പോലുള്ള കാര്യങ്ങൾ നമ്മൾ റിസീവ് ചെയ്തേക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്? ആ രോഗിയെ പഴയ അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോ പുനരധിവാസം എന്ന് പറഞ്ഞാൽ ഒരു രോഗിയെ എപ്പോഴാണോ അദ്ദേഹം ആക്സിഡന്റിന് മുമ്പ് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഒരു രോഗാവസ്ഥയ്ക്ക് മുമ്പ് ഉണ്ടായിരുന്നത് അതേപോലെ ആക്കുന്നതിന് വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യുന്നതിനെയാണ് റിഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ,
നെക്സ്റ്റ് വൺ ഒബ്ജക്റ്റീവ് ഓഫ് OPD ആണ് കേട്ടോ. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, ഒബ്ജക്റ്റീവ്സ്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പ്രൊവൈഡിങ് ക്വാളിറ്റി ഓഫ് കെയർ. അതായത് ഉയർന്ന നിലവാരത്തിലുള്ള പരിചരണം രോഗികൾക്ക് ലഭ്യമാക്കുക എന്നുള്ളത് OPDയുടെ ഒബ്ജക്റ്റീവാണ്. അതായത് അവിടെ വരുന്ന പേഷ്യൻസിന് നല്ല രീതിയിലുള്ള, അതായത് ക്വാളിറ്റിയുള്ള ഒരു പരിചരണം അല്ലെങ്കിൽ എന്താ പറയാ ഗുണനിലവാരമുള്ള ഒരു കെയർ കൊടുക്കുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്, അല്ലെങ്കിൽ ആരുടെ ഒബ്ജക്റ്റീവ് ആണ്? എല്ലാ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും എല്ലാ ഹോസ്പിറ്റലുകളുടെയും ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അവിടെ വരുന്ന രോഗികൾ ആരാണോ അവർക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഹെൽത്ത് കെയർ കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ് മോഡേൺ ടെക്നിക്സ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. അതായത് രോഗികൾ വരുമ്പോൾ അവർക്ക് പല ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്തിയേക്കാം. അതിനെയാണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ബ്ലഡ് ടെസ്റ്റ്, എക്സ്റേ, MRI, CT ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റിഗേഷനിലാണ് വരുന്നത്. അതുപോലെ തന്നെ ചികിത്സ. ഇൻവെസ്റ്റിഗേഷനിലായാലും ചികിത്സയിലായാലും മോഡേൺ ടെക്നിക്സ്, അതായത് അത്യാധുനിക രീതികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. എങ്ങനെയാണ്? അതായത് നമ്മൾ വിദേശ രാജ്യത്ത് നിന്നൊക്കെ ഇറക്കുന്ന ഉപകരണങ്ങളുണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയിട്ടുള്ള എക്യുപ്മെന്റുകൾ യൂസ് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുക. ഇൻവെസ്റ്റിഗേഷൻ മീൻസ് ടെസ്റ്റുകളും മറ്റുമൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് മോഡേൺ ടെക്നിക്സിനെ യൂസ് ചെയ്യുക. ഇതൊക്കെ എന്താണ്? OPDയുടെ ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നതാണ്. മൂന്നാമത്തെ പോയിന്റ് ഫെസിലിറ്റീസ് ഫോർ ടോട്ടൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. അതായത് ഒരു ആശുപത്രിയുടെ വിജയം എന്ന് പറയുന്നത് ആരിലാണ് ഇരിക്കുന്നത്? ഒരു ആശുപത്രിയുടെ സക്സസ് ആരിലായിരിക്കുന്നേ? ഒന്ന് കമന്റ് ചെയ്യാമോ? കസ്റ്റമർ, ഓഫ് കോഴ്സ് കസ്റ്റമർ ആണ് കേട്ടോ. കസ്റ്റമർ എന്ന് പറയുന്നത് പേഷ്യന്റ് ആണ് അല്ലെ? ഇവിടെ പേഷ്യന്റ് ആണ് ആരായിട്ട് വരുന്നത്? കസ്റ്റമർ ആയിട്ട് വരുന്നത് അല്ലെ? അപ്പോ അതുകൊണ്ട് തന്നെ അവരുടെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ അഥവാ സംതൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അതായത് അവരെ നല്ല രീതിയിൽ വാം വെൽക്കം ചെയ്യാം, അതുപോലെ തന്നെ നല്ല രീതിയിൽ സംസാരിക്കാം, ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യാം അല്ലെ? അതായത് സംസാരത്തിൽ റെസ്പെക്ട് കീപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോ നല്ല രീതിയിലുള്ള സംസാരത്തിലൂടെയും മറ്റുമൊക്കെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? റെസ്പെക്റ്റിലൂടെയൊക്കെ നമുക്ക് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ഉയർത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഒരു പേഷ്യന്റിനെ കേൾക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. ഫ്രണ്ട് ഓഫീസിലൊക്കെ നിങ്ങൾ ഇനി റിസപ്ഷനിസ്റ്റ് ഒക്കെ ആയി പോകുന്ന സമയത്ത് അവിടെയൊക്കെ നിൽക്കുവാണെങ്കിൽ നമ്മൾക്ക് വേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് ആ പേഷ്യന്റിനെ കേൾക്കുക എന്നുള്ളതാണ്. അപ്പോ പേഷ്യന്റിനെ കേൾക്കുക, അതായത് അവർക്ക് എന്താണോ പറയുന്നത് ആ പറയാനുള്ള കാര്യങ്ങൾ മുഴുവനായിട്ട് കേൾക്കാനായിട്ട് കൊടുക്കുക. ഓക്കെ, കേട്ട് കഴിയുമ്പോൾ നമ്മൾക്ക് തോന്നും എന്തെങ്കിലും കാര്യങ്ങൾ, അതായത് അവരുടെ ഭാഗത്തു നിന്ന് ന്യായീകരണങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് മാനേജ്മെന്റിനെ അറിയിക്കാവുന്നതാണ് അല്ലെ? അതുപോലെ തന്നെ അവരെ നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്യുക, അവർക്ക് എന്താണോ ആവശ്യം വരുന്നത് അക്കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെ എന്താണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനിൽ വരുന്നതാണ്. പേഷ്യന്റ് ചിലപ്പോ വരുന്നത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. പേഷ്യന്റ് വരുന്ന സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ വിഷമത്തോടു കൂടിയും ആകാംക്ഷ, ക്യൂരിയോസിറ്റി, എക്സൈറ്റ്മെന്റ് ഇങ്ങനെയുള്ള പലവിധ ഘടകങ്ങളാലാണ് പേഷ്യന്റ് വരുന്നത്. ചിലവര് ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് വരുന്ന പേഷ്യൻസ് ഉണ്ട്, ചിലവര് ഭയങ്കര സൈലന്റ് ആയിട്ട് വരുന്ന പേഷ്യൻസ് ഉണ്ട്. അപ്പൊ പലതരത്തിലുള്ള പേഷ്യൻസ് നമ്മുടെ ഇടയിൽ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പേഷ്യൻസിനെ, അതായത് പല വിധത്തിലുള്ള പേഷ്യൻസിനെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അല്ലെ? നല്ല രീതിയിൽ നമ്മൾ വർക്ക് ചെയ്താൽ മാത്രമാണ് എല്ലാവരിൽ നിന്നും നമുക്ക് നല്ലൊരു ഒരുപാട് കിട്ടുകയുള്ളൂ അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അവരോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ സൂക്ഷിച്ചും വൃത്തിയായും എന്ത് ചെയ്തിരിക്കണം? ചെയ്തു കൊടുക്കുകയും വേണം. അങ്ങനെ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ഉയർത്തുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് എനിക്ക് നിങ്ങളോട്, അതായത് പേഷ്യന്റ് വരുന്ന സമയത്ത് നമ്മുടെ അപ്രോച്ച് എന്താണോ അതുപോലെ ഇരിക്കും അവര്
ഇങ്ങോട്ട് കാണിക്കുന്ന റെസ്പെക്റ്റും അതുപോലെ തന്നെ അവര് ആ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് എടുക്കണോ എന്ന് പോലും നിശ്ചയിക്കുന്നത് ചില എന്താ പറയാ റിസപ്ഷൻ ഏരിയയിലൊക്കെ ഇരിക്കുന്ന സ്റ്റാഫുകളുടെ പ്രവൃത്തി അനുസരിച്ചിട്ടാണ് ഇരിക്കുക. അതായത് ചിലപ്പോ ചില ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുമ്പോൾ അതായത് നല്ല രീതിയിലുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടാകും, അതുപോലെ തന്നെ അത്യാധുനികമായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാവും ടെസ്റ്റുകൾക്ക് മറ്റുമൊക്കെ. പക്ഷെ റിസപ്ഷനിസ്റ്റ് മോശമായിട്ട് ബിഹേവ് ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തി അല്ലെങ്കിൽ ആ പേഷ്യന്റ് എവിടെ ചികിത്സയ്ക്ക് ഇരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇരിക്കോ? ഒരിക്കലുമില്ല, പോകും. പിന്നീട് ഒരിക്കലും അദ്ദേഹം വരെയില്ല. അദ്ദേഹത്തിന്റെ ഫ്രണ്ട് സർക്കിൾ അല്ലെങ്കിൽ ഫാമിലി സർക്കിളിലുള്ള ആളുകളോട് പറയും ആ ഹോസ്പിറ്റലിൽ പോകരുത് കേട്ടോ എന്ന് പറയും. കാരണം അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് എന്ത് പേഷ്യന്റിനോട് പെരുമാറുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് വരുന്നത്. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഗുഡ് പബ്ലിക് റിലേഷൻ. അതായത് നല്ല രീതിയിൽ, അതായത് സൊസൈറ്റിയുമായിട്ട് അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ അത് പുറത്തുള്ള ആളുകളുമായിട്ട് നല്ല രീതിയിൽ മിങ്കിൾ ചെയ്യാന്നുള്ളതാണ്. അതായത് ധാരാളം ആളുകളുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ, അവരുമായിട്ട് നല്ല രീതിയിൽ മിങ്കിൾ ചെയ്യുക, ഒരു പബ്ലിക് റിലേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഓക്കെ, 4 പോയിന്റ് ക്ലിയർ ആണല്ലോ? The next one, the scope of OPD includes the following. അതായത് OPD-യുടെ പരിധിക്കുള്ളിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, കൺസൾട്ടേഷൻ, ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയേഴ്സ്, സ്പെഷ്യാലിറ്റി സർവീസസ്. ആദ്യം തന്നെ OPD-യുടെ സ്കോപ്പിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് കൺസൾട്ടേഷൻ ആണ്, ഡോക്ടറുമായിട്ടുള്ള ഡിസ്കഷൻ. പിന്നെ ഒന്ന് ഇൻവെസ്റ്റിഗേഷൻ ആണ്, അതായത് ടെസ്റ്റുകളും മറ്റുമൊക്കെ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കിടക്കുന്നത്? ഇൻവെസ്റ്റിഗേഷൻ ആണോ ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയേഴ്സ് എന്നാണോ? എങ്ങനെയാ കിടക്കുന്നത്? ടെക്സ്റ്റ് ബുക്ക് ഒന്ന് നോക്കാമോ? ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയേഴ്സ് വേറെയാണ് അല്ലേ? ഓക്കെ, അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു കൺസൾട്ടേഷന് വേണ്ടിയിട്ട്, ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട്, പിന്നെ മറ്റു തരത്തിലുള്ള പ്രൊസീജിയേഴ്സ്, പിന്നെ സ്പെഷ്യാലിറ്റി സർവീസ്, അതായത് പ്രത്യേകമായ തരത്തിലുള്ള സേവനങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടൊക്കെ. പ്രത്യേക തരത്തിലുള്ള സേവനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം ചില ഹോസ്പിറ്റലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വയോജനങ്ങൾക്ക്, അതായത് വൃദ്ധർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പാക്കേജുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പ്രഗ്നന്റ് വുമണിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ പ്രത്യേകമായിട്ടുള്ള ഏരിയകളെ കോൺസെൻട്രേറ്റ് ചെയ്ത് നടത്തുന്ന സർവീസ് ആണ് എന്ത് സ്പെഷ്യാലിറ്റി സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, പ്രിവെന്റീവ് ആൻഡ് പ്രൊമോട്ടീവ് ഹെൽത്ത് കെയർ ക്ലിനിക് വിച്ച് ഇൻക്ലൂഡ് ഡയബറ്റിക് ആന്റിനേറ്റൽ. അതായത് ഈ ഹെൽത്ത് കെയർ, അതായത് നമ്മുടെ ആരോഗ്യ പരിചരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചില കാര്യങ്ങളെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതിൽ വരുന്ന കാര്യമാണ് പ്രിവെന്റീവ് ആൻഡ് പ്രൊമോട്ടീവ് ഹെൽത്ത് കെയറിൽ വരുന്ന കാര്യമാണ് ഡയബറ്റിക് ആന്റിനേറ്റൽ ക്ലിനിക്. അതായത് നമ്മൾ ചില ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഡയബറ്റിക് ക്ലിനിക് അല്ലെങ്കിൽ ഡയബറ്റിക് ഏരിയ എന്നും പറഞ്ഞ് കാണാനായിട്ട് സാധിക്കും. എന്താ അവിടെ ചെയ്യുന്നത്? അതായത് പ്രമേഹ രോഗികൾക്കുള്ള ചികിത്സ, അവരുടെ രോഗനിർണയം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഡയബറ്റിക് ക്ലിനിക്കിൽ ചെയ്യുന്നത്. എന്നാൽ ആന്റിനേറ്റൽ ക്ലിനിക് എന്താണ്? ആന്റിനേറ്റൽ ക്ലിനിക് എന്താണ്? ആന്റിനേറ്റൽ ക്ലിനിക് പ്രസവ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ? അതായത് പ്രഗ്നന്റ് വുമൺ അല്ലെ, അത്തരത്തിലുള്ള എന്താ പറയാ പ്രസവാനന്തര ചികിത്സ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ? അതായത് കൂടുതലായിട്ടും അമ്മയെയും കുഞ്ഞിനെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളാണ്. അപ്പോ ഇത്തരത്തില് ഡയബറ്റിക് ക്ലിനിക്കുകളും ആന്റിനേറ്റൽ ക്ലിനിക്കുകളും നമുക്ക് എവിടെ കാണാനായിട്ട് സാധിക്കും?
ഹോസ്പിറ്റലുകളിൽ കാണാനായിട്ട് സാധിക്കും. ഇത് പ്രിവെന്റീവ് ആൻഡ് പ്രൊമോട്ടീവ് ഹെൽത്ത് കെയറിന്റെ ഭാഗമാണ്. ആന്റിനേറ്റൽ എന്ന് പറയുന്നത് നമുക്കറിയാം അമ്മയെ മാത്രമല്ല കുഞ്ഞും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒന്നാണ്. അതായത് ആ കുഞ്ഞിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ നല്ല വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത്, ആന്റിനേറ്റൽ ക്ലിനിക്കിൽ കൊടുക്കുന്നത്. എന്നാൽ ഡയബറ്റിക് ക്ലിനിക്കിൽ കൊടുക്കുന്നതോ ആ പ്രമേഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഭക്ഷണ ക്രമീകരണം എന്താണ്, മരുന്നുകൾ എന്തൊക്കെയാണ് കഴിക്കേണ്ടത്, അങ്ങനെ പല കാര്യങ്ങളുമാണ് ഡയബറ്റിക് ക്ലിനിക്കിൽ വരുന്നത്. ദെൻ മൂന്നാമത്തെ പോയിന്റ് റിഹാബിലിറ്റേഷൻ സർവീസസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുനരധിവാസം, അതായത് ഫിസിയോതെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി എക്സെട്ര. അതായത് ഒരു രോഗിയെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്, അതായത് അയാളെ പഴയ ലൈഫിലേക്ക്, അയാളുടെ പഴയ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ചില പേഷ്യൻസിന് എന്ത് ചെയ്യാം? ഫിസിയോതെറാപ്പി ചെയ്യാം. ആക്സിഡന്റ് കഴിഞ്ഞ പേഷ്യൻസ് ആണെങ്കിൽ, എന്തെങ്കിലും വീഴ്ചയോ മറ്റു ആഘാതങ്ങളോ സംഭവിച്ചിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ ഫിസിയോതെറാപ്പിയിലൂടെ, അതായത് ഏതെങ്കിലും ഒരു ഭാഗം ചിലപ്പോൾ കാല് ചലിപ്പിക്കാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ കൈയുടെ ഒരു ഭാഗം തളർന്നു പോവുക, ഇങ്ങനെയുള്ള കേസസ് ഒക്കെ വരുന്ന സമയത്ത് ഫിസിയോതെറാപ്പിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? രോഗിയെ ഒരുവിധം അവരുടെ ബോഡി പാർട്സ് മൂവ് ചെയ്യിപ്പിക്കുന്നത്. ശരിയാണോ ഞാൻ പറഞ്ഞത്? അങ്ങനെയല്ലേ? ഫിസിയോതെറാപ്പിക്ക് പോയിട്ടുണ്ടോ ആരെങ്കിലും? ഉണ്ട്. ദെൻ അടുത്തത് ഒക്യുപേഷണൽ തെറാപ്പിയാണ്. ഒക്യുപേഷണൽ തെറാപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈനംദിനം ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചില്ലെങ്കിൽ അതിന് പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ട്രെയിനിങ് കൊടുക്കുന്നതാണ് എന്ത്? ഒക്യുപേഷണൽ തെറാപ്പി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നമ്മളിപ്പോ എന്ത് ചെയ്തു? നമ്മള് എന്താ പറയാ, നമുക്ക് ഡെയിലി നമ്മളുടെ ദൈനംദിന കാര്യങ്ങൾ, അതായത് നമുക്ക് പാത്രം കഴുകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്താ പറയാ ബക്കറ്റ് പോക്കാനായിട്ട് സാധിക്കുന്നില്ല, അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ചെയ്യേണ്ട പ്രവർത്തികളൊന്നും തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം? പ്രോപ്പർ ആയിട്ടുള്ള ഈ ട്രെയിനിങ് അല്ലെങ്കിൽ തെറാപ്പിയിലൂടെ നമുക്ക് ആ ഒരു ദൈനംദിന ജീവിതത്തിൽ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് ഒക്യുപേഷണൽ തെറാപ്പി. ക്ലിയർ ആണോ? ഓക്കെ. ലൊക്കേഷൻ ഓഫ് OPD. ഇനി നമുക്ക് നോക്കാം OPDയുടെ ലൊക്കേഷൻ എവിടെയാണ്, അതിന്റെ സ്ഥാനം എവിടെയാണെന്നാണ് കേട്ടോ പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഓൺ ഗ്രൗണ്ട് ഫ്ലോർ, അതായത് താഴത്തെ നിലയിലായിരിക്കും എപ്പോഴും എന്തുണ്ടാവുക? OPD ഉണ്ടാവുക. വല്ലവരും കൊണ്ടുപോയി മുകളിൽ വെക്കും OPD? എങ്ങനെയാ നിങ്ങളുടെ അഭിപ്രായം? OPD നമ്മൾ മുകളിൽ കണ്ടിട്ടുണ്ടോ? മുകളിലത്തെ നിലയില്? ഒരിക്കലും ഇല്ല. എപ്പോഴും ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും എന്ത് സ്ഥിതി ചെയ്യുന്നത്? OPD സ്ഥിതി ചെയ്യുന്നത്. ദെൻ രണ്ടാമത്തെ പോയിന്റ്, ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ എന്തുകൊണ്ടാണ് വെക്കുന്നത്? അപ്പോ എളുപ്പത്തിന് വേണ്ടിയിട്ടല്ലേ? പേഷ്യൻസിന്റെ എൻട്രൻസ് അല്ലെങ്കിൽ അവരുടെ എൻട്രി ഒക്കെ നടക്കുന്നത് താഴത്താണ് അല്ലെ? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും അല്ലെ? അപ്പൊ പെട്ടെന്ന് അവർക്ക് വരുന്നതിനും ട്രീറ്റ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് എവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്? OPD ഗ്രൗണ്ട് ഫ്ലോറിൽ വെച്ചിരിക്കുന്നത്. ദെൻ രണ്ടാമത്തെ പോയിന്റ്, ഷുഡ് ഷെയർ വിത്ത് IPD ഡയഗ്നോസ്റ്റിക് ആൻഡ് തെറാപ്യൂട്ടിക് ഫെസിലിറ്റീസ്. അതുപോലെ തന്നെ OPD എന്ന് പറയുന്നത് IPD അഥവാ ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കണം. ഇതെന്താ അങ്ങനെ പറയുന്നേ? എന്തുകൊണ്ടാണ് ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് പറയുന്നേ? അതായത് IPDയുടെ തൊട്ടടുത്ത് തന്നെ ആയിരിക്കണം OPD, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ പരസ്പരം കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം IPDയുമായിട്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നേ? റീസൺ എന്താ? OPDയിൽ വരുന്ന ആളുകൾ പലരും എങ്ങോട്ടാ പോകുന്നേ? പലരും വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാറുണ്ടോ? ഇല്ല. എങ്ങോട്ട് പോകും? ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ പോകും, അഥവാ IPDയിൽ പോകും അല്ലെ? കാരണം OPDയിൽ നിന്നാണ് IPDയിലേക്ക് റെഫർ ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും IPDയും OPDയും തമ്മിൽ പരസ്പരം ഒരു കണക്ഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് ആൻഡ് തെറാപ്യൂട്ടിക് ഫെസിലിറ്റീസ്, അതായത് രോഗനിർണയവുമായി ബന്ധപ്പെട്ട്
ഞാൻ നേരത്തെ പറഞ്ഞു ലാബ് ടെസ്റ്റുകള്, എക്സ്റേ. അതായത് ലാബ് ടെസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ലബോറട്ടറി, എക്സ്റേയും അതുപോലെ MRI എടുക്കണമെങ്കിൽ നമുക്ക് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ പോകണം അല്ലെ. അപ്പൊ ലബോറട്ടറി, റേഡിയോളജി അങ്ങനെയുള്ള സൗകര്യങ്ങളുമായിട്ട് അടുത്തായിരിക്കണം എന്ത് സ്ഥിതി ചെയ്യേണ്ടത്, OPD സ്ഥിതി ചെയ്യേണ്ടത്. അപ്പൊ OPDയുടെ തൊട്ടടുത്തായിരിക്കും നമ്മൾ ഈ കാണുന്ന ലബോറട്ടറി ആയാലും റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആയാലും ഉണ്ടായിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ തെറാപ്യൂട്ടിക് ഫെസിലിറ്റീസ്, അതായത് ചികിത്സ സംബന്ധമായിട്ടുള്ള സൗകര്യങ്ങൾ ഈ ഒരു OPDയുടെ അടുത്ത് തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കും. ക്ലിയർ ആണല്ലോ? ഷുഡ് ഷെയർ വിത്ത് IPD ഡയഗ്നോസ്റ്റിക് ആൻഡ് തെറാപ്യൂട്ടിക് ഫെസിലിറ്റീസ്. ഓക്കെ ആണ്. നെക്സ്റ്റ് വൺ യൂണിഡിറക്ഷണൽ ഫ്ലോ ആണ്. വാട്ട് ഈസ് മീൻ ബൈ യൂണിഡിറക്ഷണൽ ഫ്ലോ? എന്താണ് ഈ യൂണിഡിറക്ഷണൽ ഫ്ലോ എന്ന് പറയുന്നത്? എന്താണ് യൂണിഡിറക്ഷണൽ ഫ്ലോ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല, അറിയില്ല. യൂണിഡിറക്ഷണൽ ഫ്ലോ എന്ന് പറഞ്ഞാല് കറക്റ്റ് ആയിട്ടുള്ളൊരു ഓർഡറിലുള്ളൊരു എന്താ പറയാ, കറക്റ്റ് ഓർഡറിലുള്ള ഒരു ഫ്ലോ ആണ്. ഏകദിശ എന്ന് പറയുന്നത് അല്ലെ. അതായത് ഞാൻ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മൾ ആദ്യം ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ, ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുമ്പോൾ ആദ്യം എങ്ങോട്ടാ പോകുന്നേ? റിസപ്ഷനിലല്ലേ? അതിനുശേഷം അങ്ങോട്ട് പോകും, രജിസ്ട്രേഷന് പോകും അല്ലെ. രജിസ്ട്രിയിലേ നമ്മൾ കാണേണ്ട ഡോക്ടറും അതുപോലെ ബില്ലൊക്കെ അടച്ചിട്ട് എന്ത് ചെയ്യും, നമ്മള് രജിസ്റ്റർ ചെയ്യാനായിട്ട് പോകും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, കൺസൾട്ടേഷൻ റൂമിൽ പോകും അല്ലെ. അതിനുശേഷം ഫാർമസിയിലേക്ക് പോകും. ഇനി ഡോക്ടർ പറയുവാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ടെസ്റ്റുകൾക്കും മറ്റൊക്കെ പോകും, ലബോറട്ടറിയിലോ റേഡിയോളജിയിലൊക്കെ പോകും. അതിനുശേഷം മരുന്ന് വാങ്ങിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോകും. ഇതാണ് എന്ത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓർഡർ എന്ന് പറയുന്നത്. ഇനി ഇതിനെ നേരെ നിങ്ങൾ റിവേഴ്സ് ചെയ്തേ. ആദ്യം നമ്മൾ ഫാർമസിയിൽ പോകുന്നു, അതിനുശേഷം എന്താ പറയാ ഡോക്ടറെ കാണുന്നു, പിന്നീട് രജിസ്റ്റർ ചെയ്യുന്നു, പിന്നീട് റിസപ്ഷനിൽ വരുന്നു. ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓർഡർ ആണോ? അങ്ങനെ ആശുപത്രിയിൽ നമുക്ക് പറ്റുമോ? നമ്മൾ ആശുപത്രിയിൽ ആദ്യം ചെന്ന് കഴിഞ്ഞാല് ഫാർമസിയിൽ ചെന്ന് മരുന്ന് മേടിക്കാൻ പറ്റുമോ? ഇല്ല. രജിസ്ട്രേഷൻ ചെയ്യാതെ ഡോക്ടറെ കാണാനായിട്ട് പറ്റുമോ? ഇല്ല. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓർഡർ അല്ല അത് അല്ലെ. അപ്പൊ നമ്മള് നിർബന്ധമായും ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാല് നമ്മൾ പാലിക്കേണ്ട ഒരു ഫ്ലോ ഉണ്ട്. ദാറ്റ് ഈസ് യൂണിഡിറക്ഷണൽ ഫ്ലോ. അതായത് ആശുപത്രിയിൽ ചെല്ലുന്ന ഒരു പേഷ്യന്റ് ആദ്യം റിസപ്ഷനിൽ ചെല്ലുന്നു, പിന്നീട് രജിസ്ട്രേഷൻ ചെയ്യുന്നു, അതിനുശേഷം ഡോക്ടറെ കാണുന്നു, ദെൻ മരുന്ന് വാങ്ങിക്കുന്നു, തിരിച്ചു പോകുന്നു. ഇതിനെയാണ് യൂണിഡിറക്ഷണൽ ഫ്ലോ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ. നെക്സ്റ്റ് വൺ സ്കോപ്പ് ഓഫ് എക്സ്പാൻഷൻ ആണ്. എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് വിസ്തൃതി ഉണ്ടായിരിക്കുന്നു. OPD എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായിട്ടുള്ള ഒരു ഏരിയ ആണ് അല്ലെ. ഒരു ഇടുങ്ങിയ സ്ഥലമൊന്നുമല്ല, നമുക്ക് ധാരാളം സ്പേസ് ഉണ്ടാവും അവിടെ. ഓക്കെ. അപ്പോ ധാരാളം എന്താ പറയാ ഏരിയ ഉള്ള ഒരു പ്ലേസ് ആണ് എന്ത് OPD എന്ന് പറയുന്നത്. അതിനെയാണ് സ്കോപ്പ് ഓഫ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നമ്മള് ഒരു പേജ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ പേജിലോട്ട് കിടക്കാം അല്ലെ. രണ്ടാമത്തെ പേജ് നിങ്ങളൊന്ന് നോക്കൂ. അതിനകത്തെ കോളം മാത്രം ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, ആ ടേബിൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. IPD meaning inpatient department.
നമ്മളിപ്പോ OPD ആണ് കേട്ടോ പഠിക്കുന്നത് ഹരിത, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അപ്പൊ നോക്കിയേ, ഏരിയ ഓഫ് OPDയില് ആദ്യം വരുന്നത് പേഷ്യന്റ് ഏരിയ ആണ്. പേഷ്യന്റ് ഏരിയയിൽ എന്തൊക്കെയാ വരുന്നേ? നോക്കിയേ, എൻട്രൻസ് വരുന്നുണ്ട് അല്ലെ? പേഷ്യന്റ് ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ ചെന്ന് കയറുന്ന അല്ലെ, ആ ഒരു എൻട്രൻസ് വരുന്നുണ്ട്. പിന്നെ റിസപ്ഷൻ അവിടെയാണ്. രജിസ്ട്രേഷൻ പേഷ്യന്റ് ഏരിയയിലാണ്. റെക്കോർഡ് റൂം ഉണ്ട്, അതായത് ധാരാളം ഫയലുകൾ, രോഗികളുടെ ഫയൽസ് ധാരാളം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന റെക്കോർഡ് റൂം നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ വെയിറ്റിംഗ് ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ സ്നാക്ക് ബാർ, അതായത് നമുക്ക് ചായയും അല്ലെ, നമ്മള് ഹോസ്പിറ്റലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പൈസ കൊടുത്തു കഴിഞ്ഞാല് ചായ, കാപ്പി, സ്നാക്സ് അല്ലെ, പഴംപൊരി, പരിപ്പുവട, ഉഴുന്നുവട, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടാറില്ലേ? അപ്പോ സ്നാക്ക് ബാർ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അത് പേഷ്യന്റ് ഏരിയയിലാണ്. പിന്നെ ATM മെഷീൻ എക്സെട്ര. ചില ആശുപത്രികളിൽ, വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ATM മെഷീൻ കാണാറുണ്ട്, അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഇത്തരം, അതായത് എൻട്രൻസ്, റിസപ്ഷൻ, രജിസ്ട്രേഷൻ, റെക്കോർഡ് റൂം, വെയിറ്റിംഗ് ഏരിയ, സ്നാക്ക് ബാർ, ATM മെഷീൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പേഷ്യന്റ് ഏരിയയിലാണ് കാണുന്നത്. ഇനി അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിൽ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിൽ വരുന്നതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്. അതായത് ഹോസ്പിറ്റലുകളിൽ അഡ്മിനിസ്ട്രേറ്റീവ്സ് ഉണ്ട്, അവരുടെ ഓഫീസ് വരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ ആണ്. അതായത് കുറച്ച് മാറിയാണ് കേട്ടോ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ കുറച്ച് മാറിയിട്ടാണ് എന്ത് വരുന്നത്, ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ വരുന്നത്. അപ്പോ OPDയുടെ ഏരിയനെ നമുക്ക് 3 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അതിൽ പേഷ്യന്റ് ഏരിയയിൽ വരുന്ന കാര്യങ്ങളാണ് ഞാൻ ആദ്യം പറഞ്ഞത്. രണ്ടാമത് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ ആണ്. അതില് അഡ്മിനിസ്ട്രേറ്ററുടെ ഓഫീസ് വരുന്നുണ്ട്, അതുപോലെ പബ്ലിക് റിലേഷൻ ഓഫീസ് വരുന്നുണ്ട്, ദെൻ അക്കൗണ്ട്സ്, ബില്ലിംഗ്, സെക്യൂരിറ്റി, ട്രാൻസ്പോർട്ട്, സ്റ്റോർ റൂം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് എവിടെയാ? അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിലാണ്. ക്ലിയർ ആണോ പേഷ്യന്റ് ഏരിയയും അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയും? ഇനി ക്ലിനിക്കൽ ഏരിയയിൽ എന്തൊക്കെയാ വരുന്നേ? ക്ലിനിക്കൽ ഏരിയയിലാണ് കൺസൾട്ടേഷൻ വരുന്നത്. ഡോക്ടർമാര് നമ്മൾ നേരിട്ട് കാണുമല്ലോ, ഒരു ഇത് വരുന്നത് ക്ലിനിക്കൽ ഏരിയയിലാണ്. പിന്നെ എക്സാമിനേഷൻ റൂം, അതായത് രോഗിയെ എക്സാമിൻ ചെയ്യാനായിട്ട്, ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതായത് ചില രോഗികളൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് അവശത, ക്ഷീണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരെ പിടിച്ചവര് കിടത്തും അല്ലെ, എക്സാമിനേഷൻ റൂമിൽ ഇരുത്താറുണ്ട്. അപ്പൊ അവരെ സൂക്ഷ്മമായിട്ട് ഒബ്സർവ് ചെയ്യുന്നതിനാണ്. പിന്നെ ഡ്രസ്സിംഗ് റൂം ഉണ്ട്, എന്തെങ്കിലും ഇഞ്ചുറി പറ്റിയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഡ്രസ് ചെയ്യാനായിട്ട് കൊണ്ടുപോകും അല്ലെ അവരെ. പിന്നെ ഫിസിയോതെറാപ്പി, ഓക്കെ, അതിനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ ബ്ലഡ് ബാങ്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും, റേഡിയോളജി കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നത് ക്ലിനിക്കൽ ഏരിയയിലാണ്. അപ്പൊ ഇതൊന്ന് നോക്കി വെക്കണം നിങ്ങൾ, ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവാം. പേഷ്യന്റ് ഏരിയയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ക്ലിനിക്കൽ ഏരിയയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഞാൻ മൈക്ക് ഓൺ ചെയ്യാം, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. മാം ഇന്ന് പഠിപ്പിച്ചത് ഒന്ന് ഓടിച്ചു വിടാവോ? ഒന്നുകൂടെ ഒന്ന് ഓടിച്ചു പറയാവോ? ഏതാണ്? 6th ചാപ്റ്റർ ആണ് മോളെ. അതിന് നമുക്ക് സമയമില്ല, 5 മിനിറ്റേ ഉള്ളൂ, ഓടിച്ചു വിടാൻ പറ്റില്ല. റെക്കോർഡ് ക്ലാസ് കാണൂ കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, ഇപ്പോഴാണോ കയറിയത് ചിന്നു? ഇല്ല മാം, ഞാൻ നേരത്തെ കയറി, മോൻ കരഞ്ഞതുകൊണ്ട് ഇച്ചിരി ഡിസ്കണക്ട് ആയിട്ട് പിന്നീട് വീണ്ടും കയറി, അങ്ങനെയാ. അതെ അല്ലേ, കുറച്ച് കൂടുതൽ എടുത്തു. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, റെക്കോർഡ് ക്ലാസ് ഒന്ന് കാണാം കേട്ടോ. ഓക്കെ മാം. ഓക്കെ. ഞാൻ പറഞ്ഞു വരുമ്പോഴത്തേനും കംപ്ലീറ്റ് ആക്കാനുള്ള ആ സ്കോപ്പ് ഓഫ് OPD ഇല്ലേ, ഇൻക്ലൂഡിംഗ് ദ ഫോളോയിങ് എന്ന് പറയാമോ? ആ സ്കോപ്പ് ഓഫ് ഇൻക്ലൂഡിംഗ് ദ ഫോളോയിങ് 4 പോയിന്റ്സ് വരുന്നത്, അതൊന്ന് പറയാമോ? സ്കോപ്പ് ഓഫ് OPD വരുന്നത് കൺസൾട്ടേഷൻ,
കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്, ഇൻവെസ്റ്റിഗേഷൻ, പലവിധത്തിലുള്ള പരിശോധനകൾ നടത്തുന്നത്, ദെൻ പ്രൊസീജിയേഴ്സ്, പിന്നെ സ്പെഷ്യാലിറ്റി സർവീസുകൾ, പിന്നെ അതുപോലെ തന്നെ പ്രിവെന്റീവ് ആൻഡ് പ്രൊമോട്ടീവ് ഹെൽത്ത് കെയറിൽ നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ക്ലിനിക്കുകൾ ഹോസ്പിറ്റലിൽ ലഭ്യമാണ്. ഡയബറ്റിക് ക്ലിനിക്കുകൾ ഉണ്ട്, ആന്റിനേറ്റൽ ക്ലിനിക്കുകൾ ഉണ്ട്. അതൊക്കെ പ്രിവെന്റീവ് ആൻഡ് പ്രൊമോട്ടീവ് ഹെൽത്ത് കെയറിൽ വരുന്നതാണ്. ദെൻ റിഹാബിലിറ്റേഷൻ സർവീസ് എന്ന് പറഞ്ഞാൽ പുനരധിവാസമാണ്. അതായത് രോഗിയെ പഴയ സ്ഥിതിയിലേക്ക് ആക്കണമെങ്കിൽ ഫിസിയോതെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി പോലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഇത് ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഇത് വിട്ടുപോയി തോന്നുന്നു. ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമുക്ക് ആരോഗ്യപരമായിട്ട്, അതായത് ആരോഗ്യ വിദ്യാഭ്യാസം എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാല് നമ്മൾക്ക് പല വിധത്തിലുള്ള പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. പല വിധത്തിലുള്ള പോസ്റ്ററുകൾ ഹോസ്പിറ്റലിന്റെ ഭിത്തിയിലൊക്കെ ഒട്ടിച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഫോർ എക്സാമ്പിൾ, ഇപ്പൊ കൊറോണ വന്ന സമയത്തൊക്കെ ആണെങ്കിൽ മാസ്ക് ധരിക്കൂ, കൈ കഴുകൂ, ഓക്കെ, സാനിറ്റൈസർ ഉപയോഗിക്കൂ. ഇതൊക്കെ എന്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്? ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പൊ നമുക്ക് കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എവിടെയാണ്, അതായത് നമ്മൾ കൃത്യമായിട്ട്, അതായത് ബാലൻസ്ഡ് ഡയറ്റ് എങ്ങനെയാണ് നമ്മൾ കഴിക്കേണ്ടത്, നമ്മൾ എന്തൊക്കെ എക്സസൈസുകൾ ചെയ്യണം, അങ്ങനെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഹോസ്പിറ്റലിന്റെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലാണ് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നത്, പതിപ്പിച്ചു വെക്കുന്നത്. അപ്പോ ഇതിലൂടെ രോഗികൾക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? അത് ഞാൻ വിട്ടുപോയി നമ്മൾ പറയാനായിട്ട്, ചോദിച്ചത് നന്നായി. ഓക്കെ, താങ്ക് യു. അപ്പൊ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് മൺഡേ കാണാം. ഓക്കെ, നന്നായിട്ട് വായിക്കുക, ചെയ്യാ കേട്ടോ. ഇപ്പൊ മനസ്സിലായെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും വായിക്കാതിരിക്കരുത്, ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഓക്കെ, Okay, ma'am. Thank you. Thank you so much. Thank you, miss. Thank you. Thank you, ma'am.